സദൃശവാക്യം 21 അധ്യായം 9 വാക്യത്തിൽ ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: സമാധാനം. ധനമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും പദവികളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മേലെയാണ് ആ കുടുംബത്തിലുള്ള സമാധാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു മനുഷ്യനെ സന്തോഷവാനാക്കുന്നത് ഈ സമാധാനമാണ്. ഇവിടെ ഒരു വലിയ സത്യത്തെ വളരെ ലളിതമായ നിലയിലാണ് ശലോമോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ഇവിടെ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശണ്ട കൂടുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മക്കളാണെങ്കിലും ദാസന്മാരാണെങ്കിലും ദാസിമാരാണെങ്കിലും ആരാണെങ്കിലും ശണ്ട കൂടുന്ന വ്യക്തിയോടുകൂടെ പാർക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചില വീട്ടിൽ ശണ്ട കൂടുന്നത് പുരുഷന്മാരാണ്, ചിലപ്പോൾ അത് സ്ത്രീകളാണ്. അപ്പനും അമ്മയും ഒക്കെ വളരെ ശാന്തരാണെങ്കിലും ചില വീട്ടിൽ ശണ്ട മക്കളാണ് തമ്മിൽ കൂടുന്നത്. കലഹത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ ശലോമോൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ജീവിതം സുഖസൗകര്യങ്ങളാൽ സമ്പന്നമാകുമ്പോൾ പലപ്പോഴും അവിടെ സമാധാനം അപ്രത്യക്ഷമാകുകയാണ്. മേൽപ്പുരയുടെ ഒരു കോണിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മേൽപ്പുരയുടെ ഒരു കോണെന്ന് പറയുന്നത് ചെറിയൊരിടമാണ്. വീട് വലുതാണെങ്കിലും ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ, ശണ്ടയാണെങ്കിൽ, മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സൗകര്യങ്ങളുള്ള ഇടങ്ങളിൽ സമാധാനത്തോടെ പാർക്കുന്നതാണ് നല്ലത് എന്നാണ്. ഒരു വീട്ടിൽ കലഹമുണ്ടായാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നതാണ്. ഇടവിടാതെ കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും ഉണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും ആത്മബന്ധവും എല്ലാം കുറയും. കുട്ടികൾ വഴിതെറ്റിപ്പോവും. അവരുടെ മാനസിക വളർച്ചയെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ സമാധാനത്തിൻ്റെ വിലയെക്കുറിച്ച് ഊന്നി പറയുന്നത്. സമാധാനമുള്ള ഒരു കുടുംബം സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ അടിത്തറയാണ്. സ്നേഹത്തോടെ സംസാരിക്കുന്ന, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്ന, പ്രശ്നങ്ങൾ പരസ്പരം കേട്ട് ക്ഷമയോടെ പരിഹരിക്കുന്ന ഒരു കുടുംബജീവിതം എത്ര മനോഹരമാണ്. ഒരാൾ കോപത്തോടെ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ക്ഷമയോടുകൂടി പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ശണ്ട പല കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോവും. അതുകൊണ്ട് സാത്താൻ കുടുംബ ബന്ധങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അവനെ ജയിക്കുവാനുള്ള ദൈവത്തിൻ്റെ വചനമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് ആഡംബരങ്ങളിലോ സുഖസൗകര്യങ്ങളിലോ ഒന്നുമല്ല. ചെറിയ ഒരു ഇടം മാത്രമാണ് നമുക്കുള്ളതെങ്കിലും അവിടെ നമ്മുടെ മേശയിൽ സ്വാദുഭോജനങ്ങളൊന്നും ഇല്ല എങ്കിലും സമാധാനവും സന്തോഷമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷകരമായൊരവസ്ഥയെന്ന് പറയുന്നത്. കലഹവും അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞ വീട് പലപ്പോഴും ഇവിടെ താമസിക്കുന്നവർക്കൊരു ഭാരമായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാവരും കഴിയുമെങ്കിൽ
സമാധാനത്തോടെ ജീവിക്കണം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. എത്ര പേരുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന സമാധാനം വസിക്കുന്നുണ്ട്? സമാധാനമില്ലാതെ ഉണരുകയും സമാധാനമില്ലാതെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ജീവിതം എത്ര ഭോഷത്വമാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവിനെ കൂടുതൽ അറിഞ്ഞ് ദൈവവചനത്താൽ നമ്മുടെ ഉള്ളിൽ ഉളവാകുന്ന പ്രത്യാശയും സമാധാനവും നാം പ്രാപിക്കണം. യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾ സമാധാനമായി സന്തോഷമായി കുടുംബത്തിൽ താമസിക്കണം, പാർക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലോ. ആരുടെയെങ്കിലും ജീവിതത്തിൽ ശണ്ടയിടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറിപ്പോകുവാൻ ദൈവം കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള